കോട്ടയത്തെ ആകാശപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട CPMന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തടിയൂരാൻ ശ്രമിക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. 10 ചോദ്യങ്ങളായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് CPM ചോദിച്ചത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടിയില്ല. എന്നാൽ മുൻപ് CPM ചോദ്യങ്ങൾ നിരത്തിയപ്പോൾ അതിന് ഉത്തരം നൽകാം എന്നായിരുന്നു തിരുവഞ്ചൂർ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ CPMന്റെ 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നതോടൊപ്പം പദ്ധതി പൂർത്തീകരിക്കാൻ CPMും സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് സമരത്തിൽ കോട്ടയത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആർക്കും പങ്കെടുക്കാമെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. കോട്ടയത്തിനൊപ്പം പ്രഖ്യാപിച്ച തിരുവനന്തപുരം, തൃശൂർ ആകാശപാതകൾ പൂർത്തിയായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോട്ടയത്തേത് മാത്രം എന്തുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നുവെന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആകാശപാതയെ ബിനാലെ കലാകാരൻ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ കോട്ടയത്തെ ജനങ്ങളെ അപമാനിച്ചുവെന്നും റോഡ് വികസനത്തിന് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സ്ഥലം സർക്കാരിന് നൽകിയത് കോട്ടയത്തെ സാധാരണക്കാരായ ജനങ്ങളാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. അതേസമയം കോട്ടയം നഗരത്തിലെ ആകാശപാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമരത്തിലേക്ക് പോകാനിരിക്കുകയാണ്. കോട്ടയം ഈസ്റ്റ്, വെസ്റ്റ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജൂലൈ 6-ന് ആകാശപാതയ്ക്ക് സമീപം ഉപവാസം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതിക്കായി അനുവദിച്ച പണം ഇപ്പോഴും സർക്കാർ ഖജനാവിൽ ഉണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. പദ്ധതി പൂർത്തിയാക്കാൻ ഈ പണം ചെലവിട്ടാൽ മാത്രം മതിയെന്നും പകരം പദ്ധതിയെ വാശിയോടെ ഇല്ലാതാക്കാനാണ് സർക്കാർ ചെയ്യുന്നതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. ആകാശപാത പറ്റില്ലെന്ന് പറയാനുള്ള കാരണം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല എന്നും പ്ലാൻ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. നേരത്തെ ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിലും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു. ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന നിലയിലാണ് MLA ഫണ്ട് അനുവദിച്ചതെങ്കിലും ആകാശപാത പദ്ധതി എങ്ങും എത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആകാശപാതയിൽ സർക്കാർ പണം ദുർവ്യയം ചെയ്തെന്നായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മറുപടി. നിലവിലെ സാഹചര്യത്തിൽ ആകാശപാത പൂർത്തീകരിക്കുന്നത് അസാധ്യമാണെന്നും ചെയ്യാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോട്ടയത്ത് 5 റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്താണ് ഈ ആകാശപാത സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചയായതോടെ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പോരും കനക്കുകയാണ്. നാട്ടുകാർക്ക് ഗുണമില്ലാത്ത പദ്ധതിയിലൂടെ സർക്കാരിനുണ്ടായ നഷ്ടം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചടയ്ക്കണമെന്ന് CPM മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ CPM ആണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആകാശപാത നിയമസഭയിൽ വരെ ചർച്ചയായതിന് പിന്നാലെയാണ് കോട്ടയത്തെ CPM കോൺഗ്രസ് പോരും ആരംഭിച്ചത്. ആകാശപാത പൊളിച്ചു നീക്കുന്നതിനാണ് സർക്കാർ താല്പര്യമെന്ന് അറിഞ്ഞതോടെ തിരുവഞ്ചൂരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു CPMും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനവസരത്തിൽ അശാസ്ത്രീയമായി പണിത നിർമ്മിതിയാണ് ആകാശപാതയെന്നാണ് CPMന്റെ പ്രചരണം. അതേസമയം പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് മുതൽ ലിഫ്റ്റിന്റെ എണ്ണവും ആകാശപാതയിൽ എന്തിന് ആളുകൾ കയറണമെന്നത് വരെയുള്ള 10 ചോദ്യങ്ങളായിരുന്നു CPM ജില്ലാ നേതൃത്വം MLAക്ക് മുന്നിൽ നിരത്തിയത്. ഉമ്മൻചാണ്ടിയെ വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും CPM ആരോപിച്ചിരുന്നു. അതേസമയം എത്ര ചോദ്യങ്ങൾ നിരത്തിയാലും മറുപടി നൽകാമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നതാണ്. CPM പ്രചരണങ്ങളെ തള്ളി തിരുവഞ്ചൂരിനെ സംരക്ഷിക്കാനായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും തീരുമാനം. വരും ദിവസങ്ങളിൽ ആകാശപാതയ്ക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ പ്രത്യക്ഷ സമരങ്ങളും CPM ആസൂത്രണം ചെയ്യുന്നുണ്ട്.